മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറ്റു വഴികളൊന്നും തന്നെയില്ല, കീഴടങ്ങുകയല്ലാതെ ഒരു പോംവഴിയുമില്ല. കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് തന്നെയാണ് പോകുന്നത്. മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ച കെജ്രിവാളിന്റെ അപേക്ഷയിൽ വാദം കേട്ട കോടതി വിധി പറയുന്നത് പിന്നെയും മാറ്റിവെച്ചിരിക്കുന്നു. ജൂൺ 5-ലേക്കാണ് മാറ്റിയത്. ഡൽഹി റോസമന്യം കോടതിയാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റ് നിർവാഹമൊന്നും തന്നെ ഇല്ലാത്തതിനാൽ കെജ്രിവാളിന് നാളെ തന്നെ, അതായത് ജൂൺ 2-ന് തന്നെ തിഹാർ ജയിലിലേക്ക് പോകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ജൂൺ 1 വരെയാണ് കെജ്രിവാളിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. ജാമ്യം ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ടുള്ള കെജ്രിവാളിന്റെ അപേക്ഷ സ്വീകരിക്കാൻ സുപ്രീം കോടതി രജിസ്ട്രി വിസമ്മതിച്ചു. അതിനെ തുടർന്ന് വിചാരണ കോടതിയെ സമീപിക്കുകയായിരുന്നു. സ്ഥിരം ജാമ്യത്തിനായി വിചാരണ കോടതിയിൽ അപേക്ഷ നൽകണമെന്ന് ഇടക്കാല ജാമ്യം നൽകിയുള്ള ഉത്തരവിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് രജിസ്ട്രി അപേക്ഷ നിരസിച്ചത്. ആരോഗ്യപരമായി മോശം അവസ്ഥയാണെന്നും ഒരാഴ്ചത്തേക്ക് ജാമ്യം വേണമെന്നുമായിരുന്നു കെജ്രിവാളിന്റെ ആവശ്യം. അരവിന്ദ് കെജ്രിവാളിന് അസുഖമാണെന്നും 7 കിലോ തൂക്കം കുറഞ്ഞെന്നും ചികിത്സയുടെ ആവശ്യം ഉടനടി തന്നെ ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രിയുടെ അഭിഭാഷകൻ കോടതിയെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ ജാമ്യാപേക്ഷയെ എതിർത്ത ED അന്വേഷണ ഏജൻസിയുടെ നിലപാട് എന്തെന്നുള്ളത് വ്യക്തമായി അറിയിച്ചു. ഈ അപേക്ഷയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെളിവുകൾ നിരത്തിയാണ് എതിർക്കാൻ തയ്യാറായത്. ആം ആദ്മി പാർട്ടി മേധാവി തന്റെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞ ജാമ്യം നേടിയെങ്കിലും അദ്ദേഹം പങ്കെടുത്തത് നിരവധി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലായിരുന്നുവെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കാലയളവിൽ ഉണ്ടായിരുന്നില്ലേ എന്നുമാണ് ED സംഘം ചോദ്യമുന്നയിച്ചത്. ഇതുകൂടാതെ കേസിൽ ഉൾപ്പെടെയുള്ള വസ്തുതകളെക്കുറിച്ച് കെജ്രിവാൾ തെറ്റായ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ED സംഘം കോടതിയിൽ വ്യക്തമാക്കിയത്. തിഹാറിൽ കഴിയുന്ന സാഹചര്യത്തിൽ ആരോഗ്യം മോശമാണെന്ന് തോന്നിയാൽ എയിംസിൽ പരിശോധന നടത്താമെന്ന് കേന്ദ്ര ഏജൻസി തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ക്യാമ്പയിൻ നടത്തണമെന്ന ആവശ്യം അറിയിച്ചപ്പോഴായിരുന്നു കെജ്രിവാളിന് നേരത്തെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു നൽകിയത്. ജൂൺ 1-ന് വോട്ടെടുപ്പ് പൂർത്തിയായി. ഈ സാഹചര്യത്തിൽ തൊട്ടടുത്ത ദിവസം 2-ാം തീയതി തന്നെ ജയിലിലേക്ക് മടങ്ങണമെന്നതായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഇതിനിടയിലാണ് ഇടക്കാല ജാമ്യാപേക്ഷയുമായി വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ കെജ്രിവാൾ തയ്യാറായത്. ജാമ്യ കാലാവധി 1-ന് അവസാനിക്കുമ്പോൾ 2-ന് തിഹാർ ജയിലിലേക്ക് തിരികെ പോകുമെന്ന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം കെജ്രിവാൾ തന്നെ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നീക്കം കൂടി ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.